ഗാസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അൽ ജസീറ ക്യാമറമാനായ അഹമ്മദ് വിഷ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. ശനിയാഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 2 കുട്ടികളും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അൽ ജസീറയുടെ മാധ്യമ സംഘത്തിൽ നിന്നും യുദ്ധത്തിനിടെ കൊല്ലപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ അംഗമാണ് അഹമ്മദ് വിഷ എന്ന് ചാനൽ ഔദ്യോഗികമായി അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തെങ്കിലും അഹമ്മദ് വിഷ ഒരു ഹമാസ് ഭീകരനായിരുന്നു എന്നാണ് ആരോപണം. അൽ ജസീറയിൽ ഫോട്ടോ ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്നതിനോടൊപ്പം വിഷ ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ സ്നൈപ്പറായി പ്രവർത്തിച്ചിരുന്നതായും ഇസ്രായേൽ സൈനിക വക്താവ് അവകാശപ്പെട്ടു. എന്നാൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകളൊന്നും പുറത്തുവിടാൻ ഇസ്രായേൽ സൈന്യം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള സ്നൈപ്പർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ വിഷ പങ്കാളിയായിരുന്നുവെന്നും സൈനികർക്ക് നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കാനാണ് ഇത്തരമൊരു കൃത്യമായ ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. അഹമ്മദ് വിഷയ്ക്ക് പുറമെ മറ്റ് 2 ഹമാസ് അംഗങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. എന്നാൽ നിരായുധരമായ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ വെള്ളപൂശാനുള്ള ശ്രമമാണിതെന്ന് വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. അഹമ്മദ് വിഷയുടെ കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന 2ാമത്തെ തീരാ നഷ്ടമാണിത്. ഇതേ ചാനലിൽ തന്നെ ജോലി ചെയ്തിരുന്ന അഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് വിഷ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മുഹമ്മദ് ഇസ്രായേൽ ഷെല്ലാക്രമണത്തിലാണ് മരിച്ചത്. 2023 ഒക്ടോബറിൽ ഗാസ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ 220-ലധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വ്യക്തമാക്കുന്നത്. ഇതിൽ 70ഓളം പേർ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ് കൊല്ലപ്പെട്ടത്. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലാൻഡിലെ ബർഗൻ സ്റ്റോക്ക് റിസോർട്ടിലാണ് നിർണായക ചർച്ചകൾ നടന്നത്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്താനുള്ള രൂപരേഖയ്ക്ക് ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകിയതായി മധ്യസ്ഥ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയ ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് പുതിയ ആശയവിനിമയ സംവിധാനം രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ലെബനനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും ചേർന്ന് ലെബനനുമായി സഹകരിച്ച് ഒരു ഡീ കോൺഫ്ലിക്ട് സെൽ രൂപീകരിക്കാനും ധാരണയായി. ലെബനനിൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ സഹായത്തോടെയാകും ഈ സെല്ല് പ്രവർത്തിക്കുക. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ച് സ്ഥിരമായ ഒരു കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള 60 ദിവസത്തെ നയതന്ത്ര പ്രക്രിയയ്ക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. എന്നാൽ ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ തുടരുന്ന പോരാട്ടം ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതിനിടെ ഊർജ്ജ കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന പേർഷ്യൻ ഗൾഫിന്റെ മുഖമായ ഹോർമൂസ് കടലിടുക്ക് വാരാന്ത്യത്തിൽ വീണ്ടും അടച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഈ ചർച്ചകളുടെ വിജയം നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.